ഇதைയും പറയുന്ന വെച്ചാല് അതിനൊരു 40,000 സ്ഥലത്തില് ഇത്ര 3, 5, 7 ദിവസം വരെ 40,000 ഇട്ടിട്ട് അല്ല കുളത്തിൽ കൊണ്ടിട്ടിട്ട് ആ സാധനത്തിനെ ശുദ്ധി വരുത്തിയതിന്റെ ശേഷമാണ് നമ്മൾ അതിനെ ആവാഹിച്ചിട്ട് ആ സാധനത്തിനെ പുനർപ്രതിഷ്ഠ എന്ന് പറയുന്നത് ജന്മാണ് കൊടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഈ നമ്മൾ ഇങ്ങനെ കൊത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആളുകളൊക്കെ അന്വേഷിച്ചു വരുമല്ലോ, നമുക്ക് ഇത് വേണമെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ തന്നെയാണോ കൊത്താനായിട്ട് വരിക, അതോ വേറെ എന്തെങ്കിലും? കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണാടി, മറ്റേ ഭദ്രകാളിയുടെ വിഗ്രഹങ്ങൾ, കൃഷ്ണന്റെ, ശിവന്റെ, ബുദ്ധന്റെ ഓരോ അതൊക്കെ ഓരോ അനുസരിച്ചുള്ള ഓർഡറുകളാണ് വരിക. അപ്പൊ അതിനനുസരിച്ച് ഓർഡർ കാണിച്ച് നമ്മൾ പണിത് കൊടുക്കും. അല്ല, വിഗ്രഹങ്ങൾ തന്നെയാണോ കൂടുതലായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്ത് വരിക, അല്ലാതെ മറ്റേ ഐറ്റംസ് എന്തെങ്കിലും? ഇങ്ങനെ വിളക്കൊക്കെ, വിളക്ക്, കട്ട്ള, സോപാനം, വിളക്കാണ് കൂടുതൽ സെയിൽ കൊടുക്കുന്നത്. പിന്നെ പഴയ പോലെ അമ്മിക്കുഴ ആര് മേടിച്ചോണ്ടിങ്ങനെ പോകും. കെട്ടി കൊടുന്ന പെണ്ണുങ്ങൾക്ക് തന്നെ ഇപ്പൊ അത് അമ്മിക്കുഴ എടുത്തല്ലേ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മിക്സിങ് ഗ്രൈൻഡർ ഒക്കെ ആയില്ലേ.